Find a real root of the equation x cube minus 2x minus 5 equal to 0 by the method of false position. Correct to 3 decimal places. Find a real root of the equation x cube minus 2x minus 5 equal to 0 by the method of false position and correct to 3 decimal places. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ആക്യുറസി പറയും. ഇവിടെ പറയുന്നത് കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ്. അപ്പം എത്ര ഡെസിമൽ പ്ലേസസിലോട്ടാണോ നമുക്ക് ആൻസർ വേണ്ടത് അതിൻ്റെക്കാളും ഒരു ഡെസിമൽ പ്ലേസ് അധികം നിങ്ങൾ എപ്പോഴും കണ്ടുപിടിക്കണം. എന്നിട്ട് ലാസ്റ്റ് വേണം റൗണ്ട് ചെയ്യാൻ. ഇപ്പം കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസസ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ 4 ഡെസിമൽ പ്ലേസസ് വരെ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് 3 ഡെസിമൽ പ്ലേസസിലോട്ട് കറക്റ്റ് ചെയ്യാം. അങ്ങനെ വേണം നിങ്ങൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് എടുക്കാൻ. Find a real root of the equation x cube minus 2x minus 5 equal to 0. അപ്പോൾ let us take let f of x equal to x cube minus 2x minus 5. നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ we have to find out x0 and x1 such that f of x0 and f of x1 are of opposite signs. അതായത് റൂട്ട് കിടക്കുന്ന റേഞ്ച് കണ്ടുപിടിക്കണം. നമുക്ക് f of 1 എടുത്തു നോക്കാം. എത്ര വരും? 1 cube minus 2 into 1 minus 5. എത്രയാണ് f of 1? minus 6. f of 2 നോക്കാം. 2 cube minus 2 into 1 minus 5. എത്ര വരും? 8 minus 2 8 minus 2 into 2 minus 5. 8 minus 4 minus 5 minus 1. f of 3 is equal to 3 raised to 3 minus 2 into 3 minus 5. എത്ര വരും? 16. See here, f of 2 is negative, f of 3 is positive. അപ്പോൾ നമുക്ക് എന്ത് പറയാം? root lies between 2 and 3. Therefore we can say root lies between 2 and 3. ഇനി അപ്പോൾ നമുക്ക് എടുക്കാം taking x0 equal to 2, x1 equal to 3, f of x0 equal to minus 1, f of x1 equal to 16. നമുക്ക് ഫസ്റ്റ് ഐറ്ററേഷൻ ചെയ്യാം. x2 is equal to x0 minus x1 minus x0 into f of x0 divided by f of x1 minus f of x0. ഇതാണ് റെഗുലർ ഫോൾസി മെത്തേഡിന്റെ ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. That is 2 minus 3 minus 2 into f of 2 എത്രയാ? minus 1 divided by 16 minus minus 1. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 2.0588 എന്ന് കിട്ടും. Now find out f of 2.0588. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം x0 x1 കണ്ടുപിടിച്ചു. f of 1 നോക്കി, f of 2 നോക്കി, f of 3 നോക്കി. അപ്പോൾ f of 2ഉം f of 3ഉം ആണ് ഓപ്പോസിറ്റ് സൈൻസിൽ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. അപ്പോൾ x0 to x1 3 വെച്ചിട്ട് x2 കണ്ടുപിടിക്കുന്നു. ഇവിടെ f of x0 എന്ന് പറയുമ്പോൾ f of 2 ആയിരിക്കും, that is minus 1. f of x1 എന്ന് പറയുന്നത് f of 3, that is 16. x2 equal to x0 minus x1 minus x0 into f of x0 by f of x1 minus f of x0. റെഗുലർ ഫോൾസി ഫോർമുലയാണിത്. അത് യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. x2 equal to 2.0588 എന്ന് കിട്ടി. ഇനി f of 2.0588, ഈ f of 2.0588 എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഈ ഇക്വേഷനകത്ത് 2.0588 എന്ന് x ന് വാല്യൂ കൊടുക്കുമ്പോൾ എത്ര കിട്ടും എന്നുള്ളതാണ് f of 2.0588. That is 2.0588 cube minus 2 into 2.0588 minus 5. അപ്പോൾ f of 2.0588 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്ത് x ന് 2.0588 കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ കിട്ടുമെന്ന് നോക്കണം. -0.391 -0.391 എന്ന് കിട്ടി.
-0.391. അപ്പോൾ നോക്കിക്കേ, ഇത് നെഗറ്റീവ്, f(3) പോസിറ്റീവ്, f(2) നെഗറ്റീവ്. അപ്പോൾ നമുക്ക് പറയാം root lies between 2.0588 and 3. Root lies between 2.0588 and 3. ഇനി x3 കണ്ടുപിടിക്കണം. x3 is equal to 2.0588. അപ്പോൾ ഇനി ഇത് x0 ഉം ഇത് x1 ഉം ആയിരിക്കും. 2.0588 x0 ഉം ഇത് x1 ആവും. -3 minus 2.0588 into f(2.0588) divided by f(3) minus f(2.0588). നിങ്ങൾ ഇതുപോലെ ഒരു തവണ ജനറൽ ഫോർമുല എഴുതുക, കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ എഴുതി കാണിച്ചാൽ മതി. ഇവിടെ ആദ്യം ചെയ്യുമ്പോൾ ജനറൽ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്താൽ മതി. ഓരോ തവണയും പിന്നെ ജനറൽ ഫോർമുല എഴുതണമെന്നില്ല. x3 will be 2.0812. Now find out f of x3. f of x3 ചെയ്ത് നോക്കുമ്പോൾ f of x3 എന്ന് പറഞ്ഞാൽ f of 2.0812. f of 2.0812 ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. -0.1479. അപ്പം f of 2.058, f of 2.058 നെഗറ്റീവ്, f of 2.0812 നെഗറ്റീവ്, f of 3 പോസിറ്റീവ്. അപ്പം നമുക്ക് എന്ത് പറയാം? root lies between 2.0812 and 3. അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ റൂട്ട് കണ്ടുപിടിച്ച് വരുന്നതോറും ആ റേഞ്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ആദ്യം 2 ഉം 3 എന്ന് പറഞ്ഞു, പിന്നെ 2.0588 ഉം 3 എന്ന് പറഞ്ഞു, ഇപ്പോൾ 2.0812 ഉം 3 എന്ന് വരെ എത്തി. Now x4 is equal to 2.0812 minus 3 minus 2.0812 into f of 2.0812 divided by f of 3 minus f of 2.0812. അത് ചെയ്യുമ്പോൾ x4 2.0896 എന്ന് കിട്ടും. x4 2.0896 എന്ന് കിട്ടും. x4 2.0896 എന്ന് കിട്ടി. ഇനി നമുക്ക് f of 2.0896 കണ്ടുപിടിക്കാം. f of 2.0896 എത്ര വരും? -0.0551 which implies അത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് വീണ്ടും പറയാം root lies between 2.0896 and 3. അപ്പോൾ x4 കഴിഞ്ഞു. ഇനി x5 കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി ഇത് x0, ഇത് x1. അപ്പോൾ x5 will be equal to 2.0896 minus 3 minus 2.0896 into f of 2.0896 divided by f of 3 minus f of 2.0896. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയർലെസ് മിസ്റ്റേക്ക് വരാതെ സൂക്ഷിക്കുക. കെയർലെസ് മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കണം. ചെയ്യാൻ എളുപ്പമാണ്, കെയർലെസ് മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കണം. x5 എത്ര വരും? 2.0927. Now f of 2.0927, f of 2.0927 will be minus 0.0206. minus 0.0206. അപ്പോൾ ഇത് നെഗറ്റീവ്. അപ്പോൾ പിന്നെയും പറയാം root lies between 2.0927 and 3. ഇതുവരെ കൺവേർജ് ആയില്ല. 2.0896 ഇപ്പോൾ 2.0927 അടുത്തടുത്ത് വരുന്നേ ഉള്ളൂ, കഴിഞ്ഞില്ല. ഇനി S6 will be 2.0927 minus
3 minus 2.0927 into f of 2.0927 divided by f of 3 minus f of 2.0927. S6 will be 2.0939. ഇനി f of 2.0939 അത് ചെയ്യുമ്പോൾ you will get minus 7.269 into 10 raised to minus 3. വീണ്ടും ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവ് ആയി. അപ്പോൾ റൂട്ട് എങ്ങനെ വരും? റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.0939 and 3. ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും നിങ്ങൾ എഴുതണം. റൂട്ട് ലൈസ് ബിറ്റ്വീൻ. x7 കണ്ടുപിടിക്കാം. x7 will be 2.0939 minus 3 minus 2.0939 into f of 2.0939 divided by f of 3 minus f of 2.0939. ഇവിടെ f of കിട്ടാൻ മതി. ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ f of 2.0939 എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. എത്ര വരും? 2.0943. ഇനി f of 2.0943 നോക്കാം. which is again negative minus 2.806 into 10 raised to minus 3. 3 ഡെസിമൽ പ്ലേസിലോട്ട് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ 2.094 എന്ന് വരും. 939 ഇവിടെ 2.0943. ഒന്നും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് റൗണ്ട് ചെയ്താലും 2.094, ഇത് റൗണ്ട് ചെയ്താലും 2.094 എന്ന് വരും. ഇനി അലോർണം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ f of 2.0943 നെഗറ്റീവ് ആയതുകൊണ്ട് we can say root lies between 2.0943 and 3. ഇനി x8 കണ്ടുപിടിക്കാം. x8 will be 2.0943 minus 3 minus 2.0943 into f of 2.0943 divided by f of 3 minus f of 2.0943. f of 3 minus f of 2.0943 എത്ര വരും? 2.0944. 2.0943, 2.0944. അപ്പോൾ നമുക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് അടുത്ത് വന്നു. ഇത് റൗണ്ട് ചെയ്താൽ 2.094, ഇത് റൗണ്ട് ചെയ്താൽ 2.094. ഇവിടെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം റൂട്ട് ഈസ് 2.094 correct to 3 decimal places. അപ്പോൾ ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്ത് സക്സസീവ് ഐറ്ററേഷൻസിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് നെഗ്ലിജിബിൾ ഡിഫറൻസ് ഉള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് 4 ഡെസിമൽ പ്ലേസ് വരെ ചെയ്തിട്ട് വേണം നമ്മൾ റൗണ്ട് ചെയ്യാൻ. So here 2.094 is the root.